ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നൊരു ഇൻവിസിബിൾ ചെയിൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ളത് ഗിയർ വയറാണ്. ഈ ഒരു ഇത്രയും ഗിയർ വയറിന് 50 രൂപയാവുന്നുള്ളൂ. അപ്പോൾ അതിൽ അത്യാവശ്യം നമ്മുടെ നെക്കിന്, അതായത് കഴുത്തിന് വേണ്ട അളവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ഗിയർ ലോക്കാണ്. അപ്പോൾ ലോക്ക് ഇത്രയും ഒരു 20 റുപ്പീസ് ആവുന്നുള്ളൂ. ഒരു 10 ഗ്രാമോ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇത്രയും 20 റുപ്പീസ്. അപ്പോൾ ഇത് കുന്തൻ സ്റ്റോൺസ് ആണ്. അപ്പോൾ കുന്തൻ സ്റ്റോൺസ് പല രൂപത്തിലൊക്കെ കിട്ടും, പല ഷേപ്പിൽ, പല കളേഴ്സിലൊക്കെ കിട്ടും. പിന്നെ ഇതാണ് കണക്ടർ, അതായത് നമ്മൾ കൊളുത്തിയിടുന്നില്ലേ ആ ഒരു സംഭവം, അത് ഒരു പീസ് 4 രൂപയാവുന്നുള്ളൂ. പിന്നെ ഇത് ബീഡ്സ് ആണ്, അതിനിടയിൽ വെക്കുക എന്നുള്ളത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കളർ ഫെയ്ഡ് ആവില്ല, പെട്ടെന്ന് ഇല്ലാതായി പോകുന്നില്ല എന്നുള്ളതാണ്. ഗിയർ വയറും ഭയങ്കര കാണാൻ കുഞ്ഞാണെങ്കിലും നല്ല ബലമുള്ളതാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ കഴുത്തിൻ്റെ അളവിനാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതൊരു 25 രൂപയാകുന്നുള്ളൂ ഇതിൻ്റെ ചിലവ്. ഒരുപാട് വീട്ടമ്മമാരുടെ വരുമാന മാർഗ്ഗം കൂടിയാണിപ്പോൾ ഇത്. ഇതിപ്പോൾ ഓൺലൈൻ വഴിയൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 200 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഷേപ്സിലും കളേഴ്സിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഗിയർ ലോക്ക്. ഇത് വളരെ കുഞ്ഞ് ഒരു ഷുഗർ ബീഡ്സ് ഇല്ലേ, അത് പഞ്ചസാര മുത്തെന്ന് പറയും, അത്ര വലിപ്പമേ അതിനുണ്ടാവും. അതാദ്യം നമ്മൾ ഇതിലോട്ടൊന്ന് കോർത്തെടുക്കുകയാണെ. കോർത്തിട്ട് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു കൊളുത്തില്ലേ, അതിൽ ഒരു ഭാഗം ഇതിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്യണം. രണ്ടാമതായിട്ട് ഈ കൊളുത്തൊന്ന് അതിലോട്ട് ഇട്ടിട്ട് ആ ഒരു ഗിയർ വയർ ഇങ്ങനെ വളച്ചെടുത്തിട്ട് ആ ഗിയർ ലോക്കിനകത്തോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, വളരെ കുഞ്ഞായതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അതിനകത്തോട്ട് കറക്റ്റ് അളവിൽ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതുപോലൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഒരു ലോക്കായിട്ട് ഇങ്ങനെ ഇരിക്കും. മുൻപൊക്കെ ഒരു ഈ ഗിയർ ലോക്ക് കുറച്ചും കൂടി വലിപ്പത്തിൽ കിട്ടും, അതായത് ഇതിൻ്റെ ഒരു 4 ഇരട്ടി വലിപ്പത്തിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് ഒരിടത്തും അത് കിട്ടാനില്ല. അത് കുറച്ചും കൂടി വലിപ്പമുള്ള ചെയിനിലൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ ലോക്ക് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു ബീഡ്സാണ്. എന്താണോ വേണ്ടത് അത് നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം നമ്മളൊരു ഗിയർ ലോക്ക് അതിനകത്തോട്ട് കോർത്തെടുത്തിട്ടുണ്ട്. പിന്നീട് കോർത്തെടുത്ത ശേഷം അതിലൊന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ലോക്കാവും. അവിടെ ലോക്കായ ശേഷം നമ്മുടെ ബീഡ്സോ പേളോ എന്ത് വേണമെങ്കിലും കുന്തൻ സ്റ്റോൺസോ ഒക്കെ നമ്മൾ കോർത്തെടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതെ അവിടെ കിടന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് ഇതുപോലെയാണ് ഞാൻ ഡ്രസ്സിൽ വെക്കാൻ വേണ്ടി വാങ്ങിയത്. പക്ഷേ അത് ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നി. നല്ല അടിപൊളി കളറാണ്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഇതിലോട്ടൊന്ന് ചെയ്ത് നോക്കാം എന്നുദ്ദേശിച്ച് ഞാൻ ചെയ്തതാണ്. ഈ ഒരു പാക്കറ്റ് 30 രൂപയായിട്ടുള്ളൂ. ഇതിലൊരു 5 എണ്ണം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി വേറെ നമുക്ക് ഇയറിങ്സോ ബ്രേസ്ലെറ്റോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് അതിലോട്ട് കോർത്തെടുത്തിട്ട് വീണ്ടും ഒരു ലോക്കിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതിലോട്ട് ഞാൻ വേറെ ഗോൾഡൻ കളർ മുത്ത് ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് ഇങ്ങനെ മതി എന്ന് തോന്നിയതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. നിങ്ങൾക്ക് ഗോൾഡൻ കളർ മുത്ത് വേണം എന്നുണ്ടെങ്കിൽ ആ ലോക്ക് ആദ്യം ഫസ്റ്റ് ലോക്ക് ഇടുക, സെക്കൻഡ് ഗോൾഡൻ കളർ ബീഡ്സ് ഇടുക, പിന്നെ മൂന്നാമത് ഈ ഒരു സ്റ്റോൺ ഇട്ടിട്ട് വീണ്ടും ഗോൾഡൻ കളർ മുത്ത് ലോക്ക് എന്നുള്ള ആ ഒരു ലെവലിൽ പോവാം. പിന്നെ കുറച്ച് അടുപ്പിച്ചടുപ്പിച്ചാണ് ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു 6 എണ്ണം ഞാനതിലോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം തൊട്ടടുത്ത് തന്നെ ലോക്ക് ചെയ്ത് വെക്കുക. കാരണം ലോക്ക് കുറച്ചധികം ദൂരമായി പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ബീഡ്സ് നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ലോക്ക് ഞാൻ അടിച്ചപ്പോഴത്തേന് നീങ്ങിപ്പോയി. ലോക്ക് എടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നെയിൽ കട്ടറാണ്. ആ നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് ലോക്കിൻ്റെ 2 ഭാഗത്തും പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണമെങ്കിൽ ലോക്കങ്ങ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും, ആ ഒരു വയർ കട്ടാവാതെ തന്നെ. അപ്പോൾ അതിനുശേഷം ഇത് ഞാൻ എത്രയാണോ വേണ്ടത് നിങ്ങൾക്ക് അത്രയും തന്നെ കോർത്തെടുക്കാം. ഞാനിപ്പോൾ 6 എണ്ണമാണ് ഇവിടെ കോർത്തിട്ടുള്ളത്. ഇത്രയും കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ഇപ്പുറത്തെ ഭാഗത്തും കൂടി ഒന്ന് നമുക്ക് ആ ഒരു ചെയിൻ്റെ കണക്ടർ, അതായത് നമ്മുടെ കൊളുത്ത് ഫിക്സ് ചെയ്യണ്ടേ, അതിനായിട്ട് ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ കൊളുത്തിൻ്റെ മറുവശം ഇവിടോട്ടെടുത്ത് നേരത്തെ നമ്മൾ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ആ ഒരു ഗിയർ വയർ തിരിച്ചെടുത്ത് ഈ ഒരു ഗിയർ ലോക്കിനകത്ത് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ലോക്കായി കിട്ടും. ഒരു 6-7 മാസത്തിന് ശേഷം ഇടുന്ന ഒരു വീഡിയോ ആണിത്. കാരണം ഹസ്ബൻഡിന് സുഖമില്ലാത്ത കാരണം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇടുന്നതാണ്. എല്ലാവരും കണ്ട അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇതിനിടയിൽ ഞാനൊരു ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല. ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. ആ ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, വളരെ അഫോർഡബിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഇൻവിസിബിൾ ചെയിനാണ്. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.